ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടൊന്നും അല്ല പോകുന്നെങ്കിൽ പോലും ഒരു പരിധി വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ പാർട്ട്നേഴ്സിന്റെ രണ്ട് സൈഡിൽ നിന്നും വരുന്ന പല മിസ്റ്റേക്കുകളുമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമൺ ആയിട്ട് പാർട്ട്നേഴ്സ് കാണിക്കുന്ന 5 മിസ്റ്റേക്കുകളാണ് ഒരു റിലേഷൻഷിപ്പില്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളോട് ഓപ്പൺ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാതെ അയാൾ നമ്മുടെ മനസ്സ് വായിച്ച് അത് മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് കെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഞാൻ ആളോട് പറയുന്നില്ല നിങ്ങൾ എന്നെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിലാണ് എന്നെ കെയർ ചെയ്യേണ്ടത്. ഇതൊന്നും ഞാൻ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ് ആൾ എന്നെ കെയർ ചെയ്യണം, ഈ രീതിയിൽ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നോട് പെരുമാറണം എന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെക്കാണ്. ഞാൻ ഒരിക്കലും ഇത് അയാളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എനിക്കുണ്ടാവുക എപ്പോഴും നിരാശ മാത്രമാണ്. അയാൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അയാൾ എനിക്ക് വേണ്ട പോലെ എന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷെ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അറിയുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു മനുഷ്യനും ദൈവം 6th സെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവർക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. ഇത് പുരുഷന്മാർ ചെയ്യുകയാണെങ്കിലും സ്ത്രീകൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനോടാണെങ്കിലും വൈഫിനോടാണെങ്കിലും പാർട്ട്ണറിനോടാണെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം അവർ നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ അവരോട് പറയാതെ വെറുതെ ഇങ്ങനെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അവർ നിങ്ങളെ അങ്ങനെ നോക്കുന്നില്ല, നിങ്ങളോട് അങ്ങനെ പെരുമാറുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഒരാളില് നമ്മൾ ഓവർ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെക്കുന്നതാണ്. അതിപ്പോ ഹസ്ബൻഡ് വൈഫിന്റെ അടുത്ത് വെക്കുന്നതാവാം, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന്റെ അടുത്ത് വെക്കുന്നതാവാം, ഏത് രീതിയിലും ആവാം. ഇപ്പോ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളുടെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതായത് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അയാൾക്ക് ഏതൊരു ലെവൽ വരെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ ഫൈനാൻഷ്യലി വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആഗ്രഹിക്കുകയാണ് അവർ നമുക്ക് ബർത്ത്ഡേക്ക് ഒരു കാറ് ഗിഫ്റ്റ് ആയിട്ട് തരണം, അല്ലെങ്കിൽ ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് തരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഫൈനാൻഷ്യലി ഒരുപാട് സ്റ്റേബിൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമ്മുടെ ഹസ്ബൻഡ് എങ്കിൽ ഓക്കെ, അയാൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലും മേ ബി നമുക്കത് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഫൈനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണ് നമ്മുടെ ഹസ്ബൻഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അത് ചെയ്തു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ലിമിറ്റ്സിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യമാണ്. ചെയ്തു തരില്ല എന്നല്ല, പക്ഷെ അവരെ സംബന്ധിച്ച് അത് കുറച്ചൊരു ബേർഡൻ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ട നീഡ്സ്. അതിപ്പോ ഫൈനാൻഷ്യലി ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ക്യാരക്ടർ വൈസ് ആണെങ്കിലും, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലുള്ള ആളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ലിമിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ലിമിറ്റ്സിന്റെ അകത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുക. ഇനി നേരെ തിരിച്ച് നമ്മൾ വൈഫിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോ ചില സ്ത്രീകൾ വളരെയധികം സ്മാർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ ചില ആളുകൾ അധികം പുറത്തൊന്നും പോകാൻ ഇഷ്ടപ്പെടാത്ത, ഫാമിലി എന്നുള്ള ഒരു രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വൈഫിനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഫാമിലി പേഴ്സണെ കല്യാണം കഴിച്ചിട്ട് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവര് സ്മാർട്ട് ആവണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, ജോലിക്ക് പോകുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ആളുകളോട് ബിഹേവ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും പെട്ടെന്ന് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. സോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം കമ്പാരിസൺ ആണ്. അതായത് ഇപ്പൊ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കോൺസെപ്റ്റിന് മാച്ച് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വൈഫ്, അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡുമാരെയൊക്കെ കാണുന്ന സമയത്ത് ഇവൾ അതുപോലെയാണോ, അല്ലെങ്കിൽ ഇവൻ അതുപോലെ അല്ലല്ലോ, അങ്ങനെ അവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് വീട്ടില് അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ട്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം പിന്നീട് വേറെയുള്ള ആളുകളുടെ പാർട്ട്നേഴ്സിനെ കാണുമ്പോൾ ഇവൾ അവരെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഇവൻ അവരെ പോലെ അല്ലല്ലോ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരോടും കൂടി ചെയ്യുന്ന ഒരു തെറ്റാണത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ പാർട്ട്ണർ എന്താണെന്നുള്ളത് മറ്റാരെക്കാൾ കൂടുതൽ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരിക്കലും നമ്മളുടെ പാർട്ട്നേഴ്സിനെ വേറെ ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേ ബി നമ്മുടെ പാർട്ട്നേഴ്സിനുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പാർട്ട്നേഴ്സിന് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എല്ലാവരും അവരവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ് പുറത്ത് കാണിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് എല്ലാവരും ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നും ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സോ ഒരിക്കലും നമ്മൾ പാർട്ട്നേഴ്സിനെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ഈവൻ ആരെയാണെങ്കിലും വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അത് പലപ്പോഴും പല ആളുകളും തുറന്ന് സംസാരിക്കാറില്ല. അവരത് മനസ്സിൽ സൂക്ഷിക്കും. ഇനി അത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വഴക്കിലേക്ക് പോകുന്നൊക്കെ പേടിച്ചിട്ട് പല ആളുകളും അത് സംസാരിക്കാതെ വിട്ടു പോവാറുണ്ട്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഒരുപാട് നാൾ കഴിയുമ്പോൾ ആ ഒരു മുറിവ് അവിടെ ഇരുന്നിരുന്ന് അങ്ങനെ വലുതായി വലിയൊരു വേദനയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ ചെറിയൊരു അനിഷ്ടം പോലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അറിയിക്കാതിരിക്കരുത്. അവരോട് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ സൈഡ് കേൾക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ആവുന്ന സമയത്ത് പല ആളുകളും ഇനി പുതിയൊരു ലൈഫാണ്, ഇനി നമ്മൾ വേറൊരാളായിട്ട് മാറാൻ പോവാണ്, ഈ രീതിയിലൊക്കെ പറയാറും പ്രവർത്തിക്കാറുമുണ്ട്. ഒരു ഹസ്ബൻഡ് ആണെങ്കിലും ഒരു വൈഫ് ആണെങ്കിലും ശരിയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ലൈഫ് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണാലിറ്റി അവിടെ ചേഞ്ച് ആക്കണം എന്നൊരു കണ്ടീഷൻ അവിടെ ആരും പറയുന്നില്ല. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ചെയ്തു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് തോന്നുന്ന സമയത്താണ്. അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി നമ്മൾ മൊത്തത്തിൽ മാറി ആ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്തണം എന്ന് പറയുന്നത് അത്ര ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങളൊരു ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് റിലേഷൻഷിപ്പിൽ പാർട്ട്നേഴ്സ് ആവർത്തിക്കുന്ന തെറ്റുകളാണ്. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള തെറ്റുകൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. So it's me Rashna signing off.